എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണ റാണി, റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ. നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ബസല്ല. ബസല്ല ആൽബ, ബസല്ല റൂബ്ര എന്ന് പറഞ്ഞിട്ടുള്ള 2 ഇനങ്ങളാണുള്ളത്. സാധാരണ നമ്മളെ നാട്ടിൽ ഇതിനെ വള്ളിച്ചീര എന്നാണ് തോന്നുന്നു പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ചീരയൊക്കെ നടുമ്പം ഒരു 3-4 മാസം മാക്സിമം 2.5 മാസം കഴിയുമ്പോഴത്തേക്ക് അത് തീരും. അതേസമയം നമ്മുടെ വള്ളിച്ചീര ഉണ്ടല്ലോ, വർഷങ്ങളോളം നിൽക്കും. അതാണ് ഈ വള്ളിച്ചീരയുടെ ഏറ്റവും വലിയ ഗുണം. മുറ്റത്ത് ചെറിയൊരു പന്തലുണ്ടാക്കിയിട്ട് അതിൽ ഈ ചീര വളർത്തിക്കഴിഞ്ഞാൽ കാണാനും ഭയങ്കര സ്റ്റൈലാണ്, അതേപോലെ ഭയങ്കര ന്യൂട്രീഷ്യസുമാണ്. ന്യൂട്രീഷ്യസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാൽഷ്യവും മഗ്നീഷ്യവും അയേണും അതേപോലെ തന്നെ ഫോസ്ഫറസും പൊട്ടാസ്യവും അടങ്ങിയിട്ടുള്ള ഒരു ഇലക്കറിയാണ് ബസല്ല. ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റമിനുകൾ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ എ, റൈബോഫ്ലേവിൻ, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ തുടങ്ങിയിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാ വൈറ്റമിനുകളും ഈ ബസലയിലുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്നറിയോ? ഇത് വളർത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഒരിക്കൽ നട്ട് അതിൻ്റെ എല്ലാം കഴിഞ്ഞ് ഇലപ്പുള്ളി വന്നോ മറ്റേത് വന്നോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നട്ട് കൊടുത്ത് എപ്പോഴെങ്കിലും ലേശം വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് അത് വളരും. കാസർഗോഡിൻ്റെയും വടക്ക് അല്ലെങ്കിൽ അതുപോലെ മംഗലാപുരം ഭാഗത്തൊക്കെ കല്യാണങ്ങൾക്കൊക്കെ പോയാൽ നിർബന്ധമായിട്ടുള്ള ഒരു ഡിഷ് എന്താണെന്നറിയോ? പരിപ്പും ബസലയും ഇട്ടിട്ടുള്ള ഒരു കറി. അത് അവർക്ക് അത് മസ്റ്റായിട്ട് വേണ്ടുന്നതാണ് കല്യാണങ്ങൾക്കും വിശേഷ അവസരങ്ങളിലും എല്ലാം. അപ്പോൾ ഈ പരിപ്പിൻ്റെ കൂടെ ഈ ബസല ഇടാനുള്ള പ്രധാന കാരണം എന്താ അറിയോ? ടേസ്റ്റും അതിൻ്റെ ന്യൂട്രീഷ്യസ് ഫാക്ടറും മാത്രമല്ല, ഗ്യാസിനെ കുറക്കാനുള്ളൊരു കഴിവ്. അതേപോലെ തന്നെ ഈ എന്താ പറയുക, ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവാത്തൊരു പ്രശ്നമാണ്. അതിനുള്ള ഒരു പരിഹാരം എന്നുള്ള രീതിയിലും ഇതിൻ്റെ ഡിക്കോഷൻ കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൃഷി നോക്കുകയാണെങ്കിൽ ഒന്നും വേണ്ട, ഇതിൻ്റെ ഒരു കട്ടിങ്സ് ഈ മഴക്കാലമാണ് ഇത് നടാൻ ഏറ്റവും പറ്റിയ സമയം. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഈ സമയത്ത് ഇട്ടത്. ഒന്നും വേണ്ട, ഒരു ചെടിച്ചട്ടി എടുക്കുക, അതിനകത്ത് ഇതിൻ്റെ ഒരു കട്ടിങ്സ് മുറിച്ചങ്ങ് നടുക. ചെടിച്ചട്ടി എങ്ങനെയാണ് നിറക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ഗ്രോ ബാഗിൽ എന്തൊക്കെയാണോ നിറക്കുന്നത് ആ രീതിയിൽ തന്നെ അങ്ങ് നിറച്ചാൽ മതി. ഒരു ലേശം കുമ്മായം കൂടി ചേർത്താൽ നല്ലതാണ്. കാരണം കാൽഷ്യം കണ്ടൻറ്റ് ഈ ചീരയിൽ വളരെ കൂടുതലാണ്. അപ്പോൾ അത് കൂടുതലായി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മളുടെ ചെടീനെ പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ എനിക്ക് സ്ഥലമേ ഇല്ല എന്നുള്ള ഒരാളാണെങ്കിൽ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ പോലും, ഇതിപ്പോൾ ആ ബാൽക്കണിയിൽ ബാംഗ്ലൂരിലൊരു വീട്ടിൽ നട്ടിട്ടുള്ള ബസലയാണ് കേട്ടോ, അതുപോലും വളരെ സൂപ്പർബായിട്ട് അവിടെ വളരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചെടിച്ചട്ടിയിൽ ഈക്വൽ ക്വാണ്ടിറ്റി മണ്ണും അതേപോലെ തന്നെ ഉണങ്ങിപ്പൊടിഞ്ഞ കാലിവളവും ചകിരിച്ചോറ് കമ്പോസ്റ്റും ആണ് ഇടുന്നതെങ്കിൽ നമുക്ക് വർഷങ്ങളോളം നമുക്ക് ചീര കിട്ടിക്കൊണ്ടേയിരിക്കും. പിന്നെ ഒരു വർഷത്തിലൊരിക്കൽ വേണമെങ്കിൽ നമുക്കത് മുറിച്ചിട്ട് ഒന്നും കൂടി റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇല ഇന്ന് പറിച്ചെടുത്തുകൊണ്ടേയിരിക്കാം. ഇല പറിച്ചെടുക്കുന്നതിന് പകരം ഇല മുറിച്ചെടുക്കുന്നതാണ് നല്ലത്. ടിപ്പ്, അതായത് ഗ്രോയിങ് അറ്റത്ത് വരുന്ന തണ്ട് മുറിച്ചെടുത്തിട്ട് നമുക്ക് കറികളിലൊക്കെ തന്നെ ഇത് ഉപയോഗിക്കാം. ഇത് പരിപ്പിൻ്റെ കൂടെ മാത്രമല്ല, ഇത് ചില ആൾക്കാർ തോരൻ വെക്കാൻ ഉപയോഗിക്കും. കുറച്ച് മ്യൂസിലേജാണ്, അതായത് നമ്മൾ വെണ്ടയെല്ലാം ചെയ്യുമ്പോൾ എന്താ വരിക, കുറച്ചൊരുമാതിരി വഴുവഴുപ്പില്ലേ, ആ ഒരു വഴുവഴുപ്പുണ്ട്. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ചെടിയും കൂടിയാണ്. കറികളിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇതിന്. അത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ ഇത് എവിടെ നിന്നാണ് ഇതിൻ്റെ കട്ടിങ്സ് കിട്ടുക എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. കാസർഗോഡ് തന്നെ പച്ചക്കറി കടകളിലൊക്കെ ഇത് വളച്ച് വെച്ച് വിൽക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് വട്ടത്തിൽ അതിനെ കെട്ടിവെക്കും. ആ ഒരു ബണ്ടിലാണ് അവർ വിൽക്കുക. ഞാൻ അവിടുന്ന് വാങ്ങിച്ചിട്ടാണ് പലപ്പോഴും ഇത് മുറിച്ച് നടാറ്, തീർന്നു പോയാൽ തന്നെ. മംഗലാപുരം മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന ഒരു പച്ചക്കറി കൂടിയാണ്. അതുകൊണ്ട് മഞ്ചേശ്വരം, കാസർഗോഡ് ഭാഗത്ത് കർഷകർ ഇത് വളർത്തി വിൽപ്പന നടത്താറുണ്ട്. അവർ പറഞ്ഞു വെച്ചാൽ വളരെ ഈസി ആയിട്ട് വളർത്താനും വളരെ ഈസി ആയിട്ട് കച്ചവടം ചെയ്യാനും പറ്റുന്ന ഒരു പച്ചക്കറി എന്നുള്ള രീതിയിലാണ് അവരതിനെ കാണുന്നത്. യാതൊരു തരത്തിലുള്ള കീടനാശിനികളോ യാതൊരു തരത്തിലുള്ള രാസവളങ്ങളോ ആവശ്യമില്ലാതെ വളർത്താൻ പറ്റുന്ന, ഒരു തരത്തിലുള്ള കീടങ്ങളും ബാധിക്കാത്ത ഒരു പച്ചക്കറി എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും നിങ്ങളിത് നട്ടു നോക്കണം. ഈ മഴക്കാലം തുടങ്ങുന്ന ഈ സമയത്ത് തന്നെയാണ് ഇത് നടേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഉപയോഗപ്പെടുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക. വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.